ഹലോ, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ്. ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഗ്യാസാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. നല്ല തരിയായിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. വെള്ളത്തിൽ കുഴകുഴാന്നിരിക്കാത്ത നല്ല തരിയായിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉപ്പുമാവ് എങ്ങനെ ഹെൽത്തി എന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം നമ്മൾ ഉപ്പുമാവിൽ ധാരാളം പച്ചക്കറികൾ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, ബീൻസ്, സവാള, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയിൽ ഇഞ്ചിയും ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഞാൻ ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പുമാവിന് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പുമാവെന്ന് പറയുമ്പോൾ തന്നെ ഉപ്പുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് അല്പം തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ്. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ പച്ചക്കറികൾ തന്നെ ധാരാളമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പച്ചക്കറി എന്തിനാ സാമ്പാർ പോലെ വെട്ടിക്കൂട്ടി ഉപ്പുമാവിൽ ഇടണേന്ന് ചോദിച്ചാൽ, നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മൾ ക്യാരറ്റോ ബീൻസൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പുമാവിൽ ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപ്പുമാവ് തിന്നുമ്പോൾ ഇതൊന്നും നമ്മൾ പറക്കി കളയാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ ചെല്ലും. ബീൻസ് ആണെങ്കിലും നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. വയറ്റിൽ നാരുകളുടെ അളവ് കുറവുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചിയും ദഹന പ്രക്രിയയെ സഹായിക്കും. ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഉപ്പുമാവ് ഞാൻ ഹെൽത്തി ആണെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതുതന്നെയാണ്. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്തോരം ഉപ്പുമാവ് വേണം എന്നതിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് റവയും എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് റവയിട്ട് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റവ ഒന്ന് കുറുകി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുന്നതാണ്. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ കട്ട ആയി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഒരു രീതി മാറിക്കിട്ടും. അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഞാൻ അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാവുന്നതാണ്. അങ്ങനെ ആവി കയറ്റി എടുത്ത് ഒന്ന് തുറന്ന് നോക്കി നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ വിചാരിക്കും പോലെ ഇതുപോലെ തരിയായിട്ട് കട്ട കെട്ടാത്ത നല്ല ഒരു ഉപ്പുമാവ് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കി ഇങ്ങനെ കട്ട പോലെ വെള്ളം പോലെ കുഴഞ്ഞിരിക്കുക എന്നൊന്നും ആരും സങ്കടപ്പെടേണ്ട. നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെയും റവയുടെയും അനുസരിച്ച് നമുക്ക് നല്ല തരിയായിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.